ആഗസ്റ്റ് 21 ആഗോള സഭയിൽ വിശുദ്ധ കുർബാനയുടെ പാപ്പ എന്ന് വിശേഷിപ്പിക്കുന്ന 10-ാം പിയൂസ് പാപ്പായുടെ തിരുനാൾ ദിവസമാണ്. മാർപ്പാപ്പന്മാരുടെ ഗണത്തിൽ പത്രോസിൻ്റെ പിൻഗാമിയായി 258-ാമത്തെ മാർപ്പാപ്പ. നമുക്കൊക്കെ സുപരിചിതരായിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, തുടർന്നുള്ള മറ്റു മാർപ്പാപ്പന്മാരൊക്കെ വിശുദ്ധ കുർബാനയിൽ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തോടൊക്കെ ഏറെ ചേർന്ന് നിൽക്കുന്ന സുപരിചിതരായ മാർപ്പാപ്പന്മാരാണ്. എങ്കിലും ഈ 10-ാം പിയൂസ് മാർപ്പാപ്പയെ നമുക്ക് കുറച്ച് പരിചയമുണ്ട്. നമ്മളൊക്കെ കാറ്റിസം പഠിക്കുന്ന സമയത്ത് കാറ്റിസം ടെക്സ്റ്റ് പുസ്തകത്തിലും മധ്യാധ്യാപകരൊക്കെ വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന കഥകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 10-ാം പിയൂസ് മാർപ്പാപ്പ മെത്രാനായി അഭിഷേകം ചെയ്ത് ഏറെ സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയെ കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ മെത്രാൻ്റെ സ്ഥാനചിഹ്നമായിട്ടുള്ള കയ്യിൽ കിടക്കുന്ന മോതിരം. ആ മോതിരം സന്തോഷത്തോടെ മാർപ്പാപ്പ കാണിച്ചു കൊടുക്കുമ്പോൾ അമ്മ തൻ്റെ കയ്യിൽ കിടക്കുന്ന വിവാഹമോതിരം മകനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ഈ വിവാഹമോതിരം അണിഞ്ഞത് കൊണ്ടാണ് ഇന്ന് നിൻ്റെ കയ്യിൽ ആ മോതിരം കിടക്കുന്നത്. ചെറുപ്പത്തിലെ 10 മക്കളുള്ള വീട്ടിലെ 2-ാമത്തെ മകനായി ജീവിക്കുമ്പോൾ ദാരിദ്ര്യം ഒരു കൂടപ്പിറപ്പായിരുന്നു. സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ചെരുപ്പില്ലാതെ നടന്നുപോയ ഒരു ബാല്യകാലം. ലാളിത്യവും വിനയവും പഠിക്കാനുള്ള നല്ല ബുദ്ധിയൊക്കെ ദൈവം കൃപയായി നൽകിയപ്പോൾ പടിപടിയായി ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പായിരുന്ന ദാരിദ്ര്യത്തെ എന്നും മുറുകെ പിടിച്ച ഒരു പിതാവ്. വിശ്വാസികൾക്ക് അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കാമെന്ന് അനുവാദം നൽകിയ മാർപ്പാപ്പ. അതുകൊണ്ടൊക്കെയാണ് മാർപ്പാപ്പയെ വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്ന് വിളിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ചെറുതും സുരക്ഷിതവുമായിട്ടുള്ള വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും എളുപ്പവഴി. ദിവ്യകാരുണ്യമാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി എന്ന് പഠിപ്പിച്ച വിശുദ്ധാത്മാവ തൻ്റെ ജീവിത അവസാനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു: ഞാൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിക്കും. സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നോർമ്മപ്പെടുത്തിയ 10-ാം പിയൂസ് മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലും സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കാൻ, ആയിരിക്കുന്ന അവസ്ഥകളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളുടെ ഈ ദിവസത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കും.